നിങ്ങളെ ഒരാൾ പരസ്യമായിട്ട് അപമാനിച്ചാൽ ഉടനെ ദേഷ്യപ്പെടരുത്. കാരണം ആ നിമിഷം അവർ നിങ്ങളെ തോൽപ്പിക്കാനല്ല, തകർക്കാനാണ് ശ്രമിക്കുന്നത്. മിക്ക ആളുകളും അവിടെ തന്നെ വീഴും. ചിലർ സൈലന്റ് ആയിട്ട് നിൽക്കും, ചിലർ ചിരിച്ചു നിൽക്കുമായിരിക്കും. കാരണം അവർക്കറിയാം ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള പ്രതികാരം ഉടനെ ചെയ്യേണ്ട ആവശ്യമില്ല. പ്രതികാരം എന്ന വിഭവം അത് തണുക്കുമ്പോൾ വിളമ്പുമ്പോഴാണ് അതിന് സ്വാദ് കൂടുന്നത്. ഇങ്ങനെ പരസ്യമായിട്ട് അപമാനിക്കല് അപ്പൊ തുടങ്ങിയതായിരിക്കില്ല. ആദ്യമൊക്കെ മെല്ലെ സ്വകാര്യമായിട്ട് കളിയാക്കലായിരിക്കും. പിന്നെയാണ് അവർ പരസ്യമായിട്ട് അപമാനിക്കുക. നിങ്ങൾക്ക് ഫീലായി എന്ന് തോന്നിയാൽ ഞാൻ കോമഡിക്ക് പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞിട്ട് അവർ അതിനെ തണുപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ പതിയെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സംശയം ഉണ്ടാവും. ഞാനാണോ തെറ്റുകാരൻ? എനിക്ക് എന്താണ് പ്രശ്നം? എനിക്ക് എന്തോ പ്രശ്നമുണ്ട്, എനിക്ക് മാറണം, ഞാൻ സ്വയം മാറാൻ ശ്രമിക്കുകയാണ്, പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ള വിചാരമൊക്കെ നിങ്ങൾക്കുണ്ടാവും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഒരിക്കലും ഒരാൾക്ക് അങ്ങനെ മാറാൻ കഴിയുകയില്ല. നിങ്ങൾ എപ്പോഴും നിങ്ങളായിട്ട് തന്നെ ഇരിക്കാനാണ് ശ്രമിക്കേണ്ടത്. അവർക്ക് വേണ്ടിയിട്ട് മാറാൻ ശ്രമിക്കേണ്ട ആവശ്യവുമില്ല. അങ്ങനെ ആരെങ്കിലും നിങ്ങളെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ ഒഴിവാക്കുക തന്നെ വേണം. അങ്ങനെ ഒഴിവാക്കാൻ പറ്റിയില്ലെങ്കിൽ, നിങ്ങൾ അപമാനിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് അവൻ പറയണത് മൊത്തം കേട്ട് നിൽക്കുക. എന്നിട്ട് ഇങ്ങനെ നിങ്ങൾ പറയുക, നീ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല, നീ അത് ഒന്നും കൂടി പറ. ഇങ്ങനെ പറയുമ്പോൾ അവൻ എന്തായാലും ആ കളിയാക്കിയത് തിരിച്ച് കളിയാക്കാൻ അവൻ ബുദ്ധിമുട്ടും, അവൻ തപ്പുകയും ചെയ്യും. ഇങ്ങനെ രണ്ടാമത് അവനെ കൊണ്ട് പറയിപ്പിക്കുമ്പോൾ അവനത് പറയുമ്പോൾ തന്നെ അവന് തപ്പല് വരും. അവൻ ആദ്യം കളിയാക്കിയ പോലെ പെട്ടെന്ന് കളിയാക്കാൻ പറ്റുകയില്ല. അതില് ഭയങ്കര പൊരുത്തക്കേടുണ്ടാവും. അവനൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്തായാലും അവിടെ ഉണ്ടാവും. അത് രണ്ടാമത് കേൾക്കുമ്പോൾ ചുറ്റുമുള്ളവർ എന്തായാലും ചിരിക്കും കൂടിയില്ല. അതും നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഗുണം മാത്രമേ ചെയ്യുള്ളൂ. അവൻ രണ്ടാമത് പറഞ്ഞു കഴിഞ്ഞതും നിങ്ങൾ കാമായിട്ട് ഒരു പ്രതികരണം പറയുക. നീ കുറച്ച് നാളായിട്ട് ഇങ്ങനെയാണല്ലോ, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിനക്ക് സുഖമില്ലേ എന്ന് അവിടെ ചോദിക്കുക. ഇങ്ങനെ ചോദിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു പിറ്റി ആംഗിൾ യൂസ് ചെയ്യാവുന്നതാണ്. അതായത് ഒരു സഹതാപം അവനോട് കാണിക്കാം. അങ്ങനെ സഹതാപത്തോടെ നിങ്ങൾ അവനോട് ഇങ്ങനെ ചോദിക്കണം, നീ ഇത്രയും തരം താഴ്ന്ന നിലയിലേക്ക് എത്തിയത് എനിക്ക് സങ്കടമുണ്ട് എന്ന് അവിടെ പറയാം. ഇങ്ങനെ പറയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇതിന്റെ കൂടെ നിങ്ങൾക്ക്, നിന്നെ ഞാൻ ഇങ്ങനെ വിചാരിച്ചില്ല, നീ മറ്റുള്ളവരെ പോലെ അല്ല എന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ നീയും ഒരു ചെറ്റയാണ്, എൻ്റെ മനസ്സിൽ വലിയ സ്ഥാനം നീ ഒറ്റയടിക്ക് എന്നെ ഇല്ലാതാക്കി എന്ന് അവിടെ പറയാം. എല്ലാ മനുഷ്യർക്കും ഒരു പ്രശ്നമുണ്ട്. അവനവൻ്റെ പേര് മറ്റുള്ളവരുടെ മുന്നിൽ അവര് നല്ലതാവണം എന്ന് എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അതും കൊണ്ട് നിങ്ങളുടെ മനസ്സിൽ അവനിപ്പോ വട്ടപൂജ്യാണ് വില എന്ന രീതിയിൽ നിങ്ങൾ അവിടെ പബ്ലിക്കായിട്ട് തന്നെ നിങ്ങൾ അവിടെ പറയണം. എന്നിട്ട് ഒരക്ഷരം പോലും പറയാതെ, അതായത് ഒരു വാക്ക് പോലും പറയാതെ നിങ്ങൾ ആ സ്ഥലത്തുനിന്ന് പോവണം. അത് വേണിച്ച ഒരു കല്യാണമായിരിക്കാം, മരണ വീടായിരിക്കാം, നിങ്ങളുടെ വീട് തന്നെയായിരിക്കും, എല്ലാ ആൾക്കാരും കൂടണ ഒരു സ്ഥലമായിരിക്കാം. നിങ്ങൾ അവിടുന്ന് മാറി നിൽക്കണം. സ്വന്തം വീടാണെങ്കിലും ശരി, അവിടുന്ന് നിങ്ങൾ ഇറങ്ങി പോവണം. അങ്ങനെ ഇറങ്ങി പോവാൻ കഴിഞ്ഞില്ലെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ അവന്റെ അടുത്ത് ഒരിക്കലും മിണ്ടരുത്. ഇതിപ്പോ നിങ്ങളെ കൂട്ടുകാരനാണ് നിങ്ങളെ കളിയാക്കിയതെങ്കിൽ, നിങ്ങളുടെ കൂട്ടുകാരെല്ലാവരും കൂടി നിൽക്കുമ്പോൾ അവൻ അവിടെ ഉണ്ടെങ്കിൽ, ആ കൂട്ടത്തിൽ അവനുണ്ടെങ്കിൽ, നിങ്ങൾ ആ കൂട്ടത്തിലേക്ക് കയറി പോവുകയാണെങ്കിൽ അവനെ കണ്ട പോലെ ഭാവിക്കുക. കണ്ട പോലെ ഭാവിച്ചതും കൂട്ടുകാരുടെ അടുത്ത് ആരുടെ അടുത്തും കൂട്ടുകാർ ചോദിച്ച മറുപടിക്ക് ഒരു മറുപടിയും കൊടുക്കാണ്ട് അവനെ നോക്കിയിട്ട് നിങ്ങൾ അപ്പോൾ തന്നെ ആ കൂട്ടത്തിൽ നിന്ന് പോവുകയാണ് വേണ്ടത്. അവിടെയും അവിടെ കുറ്റബോധം സൃഷ്ടിക്കാം. ഇങ്ങനെ മെല്ലെ മെല്ലെ നിങ്ങൾ അവരെ കുറ്റബോധത്തിലേക്ക് ആക്കണം. എന്നിട്ടും അവൻ സോറി പറയാൻ വന്നിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിമിഷത്തിൽ നിങ്ങൾക്ക് അവനോട് ഇങ്ങനെ പറയാം, എല്ലാവരുടെ മുന്നിലും നാണം കെടുത്തിയപ്പോൾ നിനക്ക് സന്തോഷമായില്ലേ എന്ന് നിങ്ങൾക്ക് അവിടെ പറയാം. അത് അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സംഭവം കുറെ കഴിഞ്ഞിട്ടേ പറയാൻ പാടുള്ളൂ. ഇതിപ്പോ അവൻ കളിയാക്കിയ നിമിഷത്തിൽ നിങ്ങൾക്ക് പറയാം. പക്ഷെ കളിയാക്കിയ നിമിഷത്തിൽ നിങ്ങൾ പറയുമ്പോൾ എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് നീ എന്നെ നാണം കെടുത്തിയിട്ട് നിനക്ക് വിഷമം മാറുമ്പോൾ അതിൽ നീ സന്തോഷിക്കുമെങ്കിൽ ആയിക്കോ, എനിക്ക് അതിൽ ഒരു പരാതിയുമില്ല. നിനക്ക് എന്തായാലും മറ്റുള്ളവരെ മുന്നിൽ വെച്ചിട്ട് ഒരാളെ നാണം കെടുത്തുമ്പോഴാണല്ലോ നിനക്ക് സന്തോഷം ഉണ്ടാവാറുള്ളത്. ഇതെനിക്ക് പണ്ടേ അറിയുന്ന കാര്യമാണ് എന്ന് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ട് നിങ്ങൾ ഉറക്കെ പറയണം. അവൻ കളിയാക്കിയിട്ട് മറ്റുള്ളവർ ചിരിച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ പറഞ്ഞത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് മറ്റുള്ളവരുടെ അടുത്ത് നിങ്ങൾ ഉറക്കെ തന്നെ ചോദിക്കണം. അവൻ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ അവൻ പറഞ്ഞത് ശരിയാണ് എന്നുള്ളത് മറ്റുള്ളവർക്ക് സമ്മതിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ചെയ്യാറില്ല. അപ്പോഴും കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഭാഗത്തേക്ക് വരികയുള്ളൂ.
അല്ലെങ്കിൽ ബോധേഡ് ചെയ്യാണ്ടിരിക്കുക. ഇപ്പൊ സമൂഹത്തിൽ നല്ല റെസ്പെക്ട് ഉള്ള ആൾക്കാർ, നല്ല പൈസ ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഒരു രാജാവോ രാജ്ഞിയൊക്കെ ആണെങ്കിൽ അവരെ കളിയാക്കുമ്പോൾ അവരതിന് മൈൻഡ് ചെയ്യാറില്ല. അവരെന്തെങ്കിലും പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ഇരിക്കും. അവർ കളിയാക്കുമ്പോൾ അത് കേട്ട ഭാവം പോലും ചിലപ്പോൾ നടിക്കാറില്ല. അങ്ങനെ മിണ്ടാണ്ടിരിക്കുക. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നീ എന്തെങ്കിലും പറഞ്ഞോ, നീ പറഞ്ഞ ഞാൻ ശ്രദ്ധിച്ചില്ല, നീ അത് ഒന്നും കൂടി പറയാൻ പറ്റുമോ എന്ന് എല്ലാവരുടെ മുന്നിൽ വേണിച്ച് അവനെ പിടിച്ചു നിർത്തിയിട്ട് നീ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഇവരുടെ അടുത്തും കൂടി ഒന്ന് പറ, അതൊന്ന് ഇവർക്കും കൂടി മനസ്സിലാവട്ടെ എന്ന് അവനെ കൊണ്ട് പറയിപ്പിക്കുക തന്നെ ചെയ്യുക. ഇതൊക്കെ ഒരു സാധാരണ വ്യക്തി കളിയാക്കുമ്പോൾ മാത്രമേ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ നാർസിസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി നിങ്ങളെ കളിയാക്കുമ്പോൾ ഇതൊന്നും ചെയ്താൽ അവന്റെ മനസ്സിൽ ചിലപ്പോൾ കൊണ്ടു എന്ന് വരില്ല. അത് അവന്റെ മനസ്സിൽ കൊള്ളണം. നാർസിസ്റ്റ് ആയ വ്യക്തി എപ്പോഴും നിങ്ങളെ തരം താഴ്ത്തിയിട്ട് സംസാരിക്കുള്ളൂ. അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നിന്റെ പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ അവർ മാറ്റും. നിങ്ങൾക്കത് മനസ്സിലാവുകയുമില്ല. ലാസ്റ്റ് അത് എൻ്റെ പ്രശ്നമാണോ എന്ന് നിങ്ങൾ ചിന്തിച്ചു പോവും. നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങളെ തന്നെ മാറ്റാൻ ഒരുപാട് കഷ്ടപ്പെടും. ലാസ്റ്റ് നിങ്ങൾക്ക് ഡിപ്രഷൻ ആയിരിക്കും അതിൽ ഫലം ഉണ്ടാവുക. അങ്ങനെ ഒരു നാർസിസ്റ്റ് ആയിട്ടുള്ള പേഴ്സൺ നിങ്ങളെ കളിയാക്കുമ്പോൾ അവന്റെ ഈഗോ, കോൺഫിഡൻസ് ഇതെല്ലാം നിങ്ങൾ അവിടെ ഇല്ലാതാക്കുകയാണ് വേണ്ടത്. ഒരു നാർസിസ്റ്റ് പേഴ്സൺ നിങ്ങളെ കളിയാക്കുമ്പോൾ അവൻ എന്താ നിങ്ങളുടെ മുഖത്തുനിന്ന് കാണാൻ ആഗ്രഹിക്കുക? നിങ്ങളുടെ സങ്കടം, നിങ്ങളുടെ ദേഷ്യം, ഇതെല്ലാം കണ്ടിട്ട് അവൻ മനസ്സിൽ അത് സന്തോഷിക്കുകയും ചെയ്യുള്ളൂ. അത് നിങ്ങൾക്ക് മറയ്ക്കാൻ കഴിയണം. എന്നിട്ട് അവൻ പറഞ്ഞതിന് ചിരിച്ചു കൊടുക്കുക, കുറച്ച് നന്നായിട്ട് തന്നെ ചിരിച്ചു കൊടുക്കുക, എന്നിട്ട് അവിടുന്ന് പോവുക. അങ്ങനെ ചിരിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് കോൺഫിഡൻസ് കമ്മിയാവും. പക്ഷെ ഇത് നാർസിസ്റ്റ് പേഴ്സണിന് അത്ര കൊണ്ടിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവൻ കളിയാക്കുമ്പോൾ നിങ്ങൾ ചിരിച്ചിട്ട് കുറച്ചും കൂടി അടുത്ത് പോവുക. എന്നിട്ട് അവനെ കൊണ്ട് കൂടുതൽ കളിയാക്കിപ്പിക്കുക. അവൻ കളിയാക്കുമ്പോൾ നിങ്ങൾ കേട്ടും കൊണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിൽ അവൻ കൂടുതൽ കളിയാക്കുകയുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി അടുത്ത് പോയിട്ട് അവന്റെ പല്ലിലോ അവന്റെ മുടിയിലോ എന്തോ ഉണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ ആക്ട് ചെയ്യുക. അടുത്തേക്ക് പോവുക. അടുത്തെത്തിയതും നിന്റെ പല്ല് നാറണോ എന്ന് ഉറക്കെ പറയുക. കോൺഫിഡൻസ് അങ്ങനെ പോവും. പല്ല് നാറണോ എന്ന് പറഞ്ഞില്ലെങ്കിൽ എയർ നോക്കിയിട്ട് എന്തോ നേരടാ, കുളിയും ജപമൊന്നും ഇല്ലേ, നാറിയിട്ട് വയ്യ എന്ന് പറയാം. ഇതെല്ലാവരും ഉള്ളപ്പോൾ തന്നെ പറയണം. അതൊക്കെ അവരുടെ കോൺഫിഡൻസ് പോവും. അവർ പിന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ കുറച്ച് ഭയപ്പെടും. കാരണം പല്ല് നാറണു എന്ന് പറയുന്നുണ്ടെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി എത്ര കാലം കഴിഞ്ഞാലും നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ അവര് പല്ല് നാറുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. അതുപോലെ നാർസിസ്റ്റ് പേഴ്സൺ നിങ്ങളെ കളിയാക്കുമ്പോൾ നിങ്ങൾ ഫോൺ നോക്കിയിട്ട് ബോർ അടിക്കണു എന്ന രീതിയിൽ കാണിക്കുക. അല്ലെങ്കിൽ നഖമൊക്കെ വല്ല പ്രശ്നം ഉണ്ടെന്നുള്ള രീതിയിൽ ബോർ അടിക്കുന്ന രീതിയിൽ കാണിച്ചിട്ട് അവിടുന്ന് പോകുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ആ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയുക. നീ പറഞ്ഞ തമാശ തന്നെയാണ്, എന്നാൽ നീ എവിടെ ചിരിക്കേണ്ടതെന്നും കൂടി ഒന്ന് പറഞ്ഞു തന്നേക്ക്. എനിക്ക് വേറെ പണിയുണ്ട്, ഞാൻ എന്നാ ചിരിച്ചു തരാം, എനിക്ക് വേറെ പണിയുണ്ട് എന്ന് പറയുക. എന്നിട്ട് ഒരു നിമിഷം അവനെ തന്നെ നോക്കുക. അവനൊന്നും പറയാനില്ലെങ്കിൽ പറയാനില്ല അല്ലെ, എന്നാൽ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് പോവുക. ഇതൊന്നും ശരിയായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ വാക്കുകളുടെ മാജിക് ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതായത് ഒരു വെർബൽ ജൂഡോ. അതിൽ ആദ്യം ചെയ്യേണ്ടത് പ്രൊജക്ഷൻ മെത്തേഡാണ്. ഈ പ്രൊജക്ഷൻ മെത്തേഡ് പറഞ്ഞാൽ അവരെന്തെങ്കിലും കളിയാക്കുമ്പോൾ നീ എന്താണ്ടാ നിന്റെ സ്വഭാവം തന്നെ ഇങ്ങനെ വിളിച്ചു പറയുന്നത് എന്ന് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. എന്നിട്ട് പഴയ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ആ സമയത്ത് നീ പണ്ട് ഇതുപോലെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ എന്ന് അവിടെ ഓർമ്മിപ്പിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ വാലിഡേഷൻ ക്രിയേറ്റ് ചെയ്യുക. നീ പറയണ ശരിയാണെന്ന് തോന്നുന്നു, എനിക്ക് അത് ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ട് എന്ന് അവനോട് പറയാം. അല്ലെങ്കിൽ മറുപടി ഒന്നും കൊടുക്കാണ്ട ആ സ്പോട്ടിൽ അവിടെ നിന്ന് പോവുക തന്നെ ചെയ്യുക. എന്നിട്ട് അവന്റെ വാട്സപ്പ്, കോള്, ഫേസ്ബുക്ക് എല്ലാം നിങ്ങൾ ബ്ലോക്ക് ചെയ്യണം. ഇനി അവര് നിങ്ങളെ എല്ലാവരും മുന്നിൽ കളിയാക്കിയാൽ നിങ്ങൾ അവരുടെ പേര് ഒന്ന് തെറ്റിച്ചു വിളിച്ചു നോക്ക്. പേര് തെറ്റിച്ചു വിളിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ കോൺഫിഡൻസ് കമ്മിയാവും. പ്രത്യേകിച്ച് നാർസിസ്റ്റ് പേഴ്സൺ അവരെ തന്നെയാണ് കൂടുതൽ സ്നേഹിക്കുക. അതുകൊണ്ട് അവരുടെ പേര് തെറ്റിച്ചു വിളിക്കുക. അല്ലാണ്ട് വേറെ കളിയാക്കിയിട്ട് എന്തെങ്കിലും വിളിച്ചിട്ട് ഒരു കാര്യമില്ല. അവരുടെ പേര് തന്നെ തെറ്റിച്ചു വിളിക്കുക. നെക്സ്റ്റ് ദ വൈ ടെക്നിക്കാണ്. അതായത് എന്തിനു വേണ്ടിയിട്ട്, നീ എന്തിനു വേണ്ടിയിട്ടാ ഇങ്ങനെ എപ്പോഴും കളിയാക്കുന്നത്, ഇതിപ്പോ കുറെ ആയല്ലോ എന്ന് മറ്റുള്ളവരുടെ മുന്നിൽ ബോധിപ്പിക്കുക. ഇവന് ഇത് തന്നെയാണ് പണി എന്ന രീതിയിൽ വേണം നിങ്ങൾ അവിടെ പറയാൻ. നിങ്ങളെ മാത്രമല്ല വേറൊരാളെ ഇവൻ ഇങ്ങനെ തന്നെ കളിയാക്കുന്നുണ്ട് എന്ന രീതിയിൽ വേണം നിങ്ങൾ അവിടെ വൈ ടെക്നിക്ക് നിങ്ങൾ അവിടെ യൂസ് ചെയ്യാൻ. എന്തുകൊണ്ട് നീ ഇങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ട് എന്നെ മാത്രമല്ല പലപ്പോഴും നീ പലരെയും ഇങ്ങനെ അപമാനിക്കുന്നുണ്ടല്ലോ, എന്താണ് നിനക്ക് ഇതിന്ന് കിട്ടുന്നത്, എന്താണ് നിന്റെ പ്രശ്നം, എന്നെ മാത്രമല്ല നീ പലരെയും ഇങ്ങനെ ചെയ്യണം ഞാൻ കണ്ടിട്ടുണ്ട്, എന്താ നിന്റെ പ്രശ്നം എന്ന് നിങ്ങൾക്ക് അവിടെ ചോദിക്കാം. എന്ന് മറ്റുള്ളവരെ മുന്നിൽ വെച്ചിട്ട് നിങ്ങൾക്ക് അവനോട് പറയാം. നെക്സ്റ്റ് ഡൊമിനേറ്റിംഗ് ദ ക്രൗഡ് ആണ്. ചിലവർ പറയും അന്തയില്ലാത്തവന് എന്ത് കാണിച്ചാലും പറയാന്നുള്ളത്. ഒരു നിമിഷം അത് കേട്ടു നിൽക്കുക.
നിങ്ങൾ ചിലപ്പോൾ റിയാക്ട് ചെയ്യുന്ന വെറുതെ തന്തയ്ക്ക് പറയില്ല ഞാൻ തല്ലുന്നൊക്കെ പറയുമായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ തല്ലിയിട്ടുണ്ടാവും. പക്ഷെ അതല്ല പറയേണ്ടത്. നല്ല തന്തയ്ക്ക് ജനിച്ചിട്ടുണ്ടെങ്കിൽ താൻ ഇങ്ങനെ പറയില്ലല്ലോ. നല്ല തന്തയ്ക്ക് ജനിച്ചിട്ടുണ്ടെങ്കിൽ തന്റെ തന്തയും തനിക്ക് നല്ലതല്ലേ പറഞ്ഞു തരുള്ളൂ. നല്ല തന്തയ്ക്ക് ജനിക്കാത്തത് കൊണ്ടായിരിക്കും താൻ എന്നെ ഇപ്പൊ ഇങ്ങനെ കളിയാക്കിയത് എന്ന് നിങ്ങൾക്ക് അവിടെ പറയാം. ഇത് തന്തയ്ക്ക് പകരം തള്ളാന്ന് വേണിച്ചാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് ഭയങ്കരമായിട്ട് അവർക്ക് കൊള്ളും. അതുപോലെ നാർസിസ്റ്റിക് പേഴ്സൺ ഇപ്പൊ നിങ്ങളെ കളിയാക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഇത് പറയാൻ വരുമ്പോൾ ഒരടി പിറകിലേക്ക് നിങ്ങൾ മാറി നിന്ന് നോക്കും. അവർക്കത് ഭയങ്കരമായിട്ട് ഇൻഫീരിയറിറ്റി തോന്നും. ഇത് ആദ്യം കളിയാക്കി കഴിഞ്ഞ് രണ്ടാമത് കളിയാക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അത് പറ്റുകയുള്ളൂ. ആദ്യം കളിയാക്കുമ്പോൾ നിന്റെ പല്ല് നാറണു എന്ന് നിങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത് അവൻ കളിയാക്കാൻ വരുമ്പോൾ നിങ്ങൾ ഒരു 2 അടി പിറകിലേക്ക് മാറി നിൽക്കുക. അത് ഓട്ടോമാറ്റിക്കലി അവന് ഭയങ്കര ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് തോന്നും. പിന്നെ അവൻ അത് എപ്പോഴും ഓർക്കും. പിന്നെ നാർസിസ്റ്റിക് പേഴ്സൺ വരുമ്പോ അവര് ഒന്നിലും നിർത്തില്ല. അവര് ഭയങ്കര അറ്റൻഷൻ സീക്കർ ആയിരിക്കും. അവര് അറ്റൻഷൻ കിട്ടിയും കൊണ്ടേയിരിക്കണം, അവർക്ക് വേദനിപ്പിച്ചും കൊണ്ടേയിരിക്കണം. അപ്പോ അവരെന്ത് പറയുകയാണെങ്കിലും അത് അനുസരിക്കാതെ ഇരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. അത് വേണിച്ചാൽ നിങ്ങളുടെ ഭർത്താവായിരിക്കാം, ചിലപ്പോൾ അമ്മയായിരിക്കാം, ചിലപ്പോൾ അച്ഛനായിരിക്കാം, അനിയത്തി ആയിരിക്കാം, ചേട്ടനായിരിക്കാം, ചേച്ചി ആയിരിക്കാം, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ ആരെങ്കിലും ഒക്കെ ആയിരിക്കാം. നാർസിസ്റ്റ് പേഴ്സണെ നിങ്ങൾക്ക് കണ്ടുകെട്ടാൻ കഴിയില്ല. നാർസിസ്റ്റ് പേഴ്സൺ നിങ്ങളുടെ അച്ഛനോ അമ്മയാണെങ്കിൽ അവരെന്തായാലും നിങ്ങളെ കുത്തി നോവിക്കില്ല, അത് ഉറപ്പുള്ള ഒരു കാര്യം. പക്ഷെ ബാക്കിയുള്ളവരെ ചെയ്യാൻ സാധ്യത കൂടുതലാണ്. അവരായിട്ട് നിങ്ങൾ അടുക്കാൻ പാടില്ല, അത് എത്ര വലിയ ബന്ധമാണെങ്കിലും. കാരണം നിങ്ങളുടെ ജീവിതം തകരും. നിങ്ങൾ അവർക്ക് വേണ്ടി പണിയെടുക്കും, അവര് പറയണ പോലെ നിങ്ങൾ മുന്നോട്ട് പോകും, അവര് പറയണ രീതിയിൽ നിങ്ങൾ അനുസരിച്ചും കൊണ്ടേയിരിക്കും. അത് നിങ്ങൾ ചെയ്യാൻ പാടില്ല. എല്ലാത്തിനും നോ എന്ന് പറഞ്ഞ് പഠിക്കുക. അവരങ്ങോട്ട് അവോയ്ഡ് ചെയ്തേക്ക്. അങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമില്ല. അതായത് അവൻ എന്തെങ്കിലും പറയുമ്പോൾ നോട്ട് ഇൻട്രസ്റ്റഡ് മൂവ് കാണിക്കുക. അതായത് നിന്റെ നാടകം കാണാനും കേൾക്കാനും ഒന്നും എനിക്ക് സമയമില്ല എന്ന് അവിടെ പറയണം. അത് ചെയ്യുകയും വേണം. നാർസിസ്റ്റ് പേഴ്സൺ ഒരു തവണ കളിയാക്കിയിട്ട് അവർ വീണ്ടും കളിയാക്കുമ്പോൾ നിങ്ങൾക്ക് പറയാം, ഇതിപ്പോ ഒരു തവണ പറഞ്ഞ തന്നെയല്ലേ, വീണ്ടും ഇങ്ങനെ പറഞ്ഞ് നമുക്ക് പ്രഷർ ചെയ്യിപ്പിക്കണം, വെറുതെ ബോറടിപ്പിക്കല്ലേ, ഞാൻ എന്തായാലും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യുള്ളൂ, നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ മതി എന്ന് നിങ്ങൾക്ക് അവിടെ പറയാം. ആ സ്പോട്ടിൽ അവിടെ നിന്ന് നിങ്ങൾ ക്വിറ്റ് ചെയ്യണം കേട്ടോ. അത് ജോലി സ്ഥലത്തായിരിക്കും ഈ സംഭവങ്ങളൊക്കെ കൂടുതലും ഉണ്ടാവുക. നാർസിസ്റ്റ് പേഴ്സൺ നിങ്ങൾ അങ്ങോട്ട് ചവിട്ടി താഴ്ത്തും. ജോലി സ്ഥലത്തുള്ള നാർസിസ്റ്റ് പേഴ്സണെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനേ ചിലപ്പോൾ കഴിഞ്ഞു എന്ന് വരില്ല. നിങ്ങൾ അവൻ കാരണം നിങ്ങൾക്ക് ആ ജോലിയിൽ നിന്ന് ഇറങ്ങാനും പറ്റില്ല, ജോലിയിൽ നന്നായിട്ട് പെർഫോം ചെയ്യാനും പറ്റില്ല. ഇങ്ങനൊരു സിറ്റുവേഷനാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ നിങ്ങൾ ഒരു തെറ്റായ സ്ഥലത്താ ജോലി ചെയ്യുന്നത് എന്ന് നിങ്ങൾ അവിടെ മനസ്സിലാക്കണം. ഇവിടെ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഒരു കാര്യം ഓർക്കുക, ഒരാൾ നിങ്ങളെ കളിയാക്കുമ്പോൾ നിങ്ങളുടെ നിലവാരം നിങ്ങൾ സ്വയം താഴേക്ക് കൊണ്ടുപോകരുത്. അവരുടെ നിലവാരമില്ലായ്മയാണ് നിങ്ങൾ എടുത്തു കാണിക്കേണ്ടത്. അതായത് സൈലൻസും സഹതാപമാണ് ദേഷ്യത്തെക്കാട്ടിലും ഒരു നല്ല അടീനെക്കാട്ടിലും എത്രയോ നല്ല ആയുധം. അവര് ഒരു തവണ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ ജീവിതാവസാനം വരെ അവർക്ക് അതിന് മനോവിഷമം ഉണ്ടാക്കണ രീതിയിൽ വേണം നിങ്ങൾ പെരുമാറാൻ.